നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 061/2024. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 10 ക്വസ്റ്റ്യൻസോളം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ ആയിട്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ആര്? 31, 41, 51, 61. അപ്പോൾ ഇതിൽ 51 എന്ന സംഖ്യ എടുത്താൽ അത് ഒരു ഭാജ്യസംഖ്യയാണ്. അതിൻ്റെ ഘടകങ്ങൾ 1, 3, 17, 51. ഇത് ഒരു ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പറാണ് ഈ 51 എന്ന് പറയുന്ന സംഖ്യ. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ 31 എടുത്താൽ അതിൻ്റെ ഫാക്ടർ 1ഉം 31ഉം മാത്രമാണ്. അതുപോലെ 41 ആണെങ്കിലും അതിൻ്റെ ഘടകങ്ങൾ 1ഉം 41ഉം മാത്രമാണ്. 61 ആണെങ്കിലും 1ഉം 61ഉം മാത്രമാണ്. ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ് അഥവാ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഈ കൂട്ടത്തിൽ പെടാത്തത് ഈ 51 മാത്രമാണ്. അപ്പോൾ ഉത്തരം 51. ഓപ്ഷൻ സി 51. അടുത്ത ചോദ്യം, നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്ര? ഇവിടെ ഓപ്ഷൻസിൽ 18, 20, 25, 27 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മകനും അച്ഛനും, അച്ഛന് ഇപ്പോൾ ഉള്ള അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം, ഇപ്പോൾ അച്ഛന് 50 വയസ്സാണ് ഉള്ളത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ പറയും, നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. അപ്പോൾ അത്രയും വർഷങ്ങൾ മുൻപോട്ട് കടന്നു. മകൻ ഇപ്പോൾ 18 ആണെങ്കിൽ അച്ഛൻ അപ്പോൾ ഇപ്പോൾ 36 ആകുള്ളൂ. മകന് 20 വയസ്സാണ് ഇപ്പോഴുള്ളതെങ്കിൽ അച്ഛന് 40 വയസ്സാകണം. അത്രയും വർഷങ്ങളും കൂടി മുൻപോട്ട് പോയി. മകൻ 25 വയസ്സാണെങ്കിൽ അച്ഛന് 50 വയസ്സ്. അപ്പോൾ അച്ഛന് 25-ാം വയസ്സിലാണ് ഈ മകൻ ജനിച്ചത്. ഇതാണ് കറക്റ്റായിട്ടുള്ളത്. മറ്റേ ഓപ്ഷൻ നോക്കണ്ട. എന്നാലും 27 വയസ്സാണ് മകനുള്ളതെങ്കിൽ അച്ഛനിപ്പോൾ 54 വയസ്സാകണം. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ചോദ്യം മകൻ്റെ പ്രായമാണ്. അപ്പോൾ മകനിപ്പോൾ 25 വയസ്സ്. ഓപ്ഷൻ സി 25. അടുത്ത ചോദ്യം, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾ ജോലി സ്ഥലത്ത് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ആദ്യം കിഴക്ക്, പടിഞ്ഞാറ് എന്നുള്ള ദിശകൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി മുകളിലേക്കുള്ളതാണ് വടക്ക്, നോർത്ത്. താഴേക്ക് പോകുമ്പോൾ അത് തെക്ക്. ഇനി ഈ വലത്തോട്ടേക്കുള്ള ആരോ പോകുന്നത് കിഴക്ക്. ഈ ഇടത്തോട്ടേക്ക് പോകുന്നത് പടിഞ്ഞാറ്. കിഴക്കെന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, പടിഞ്ഞാറ് വെസ്റ്റ്. ഇനി ഇപ്പോൾ നേരെ നോക്കുന്ന ഒരാളുടെ വലത് കൈ പോകുന്നത് ഇങ്ങോട്ട് ഇടത് കൈ. അപ്പോൾ വലതും ഇടതും ശ്രദ്ധിക്കുക. നേരെയാണ് പോകുന്നതെങ്കിൽ, താഴോട്ടേക്കാണ് അയാൾ വരുന്നതെങ്കിൽ അതനുസരിച്ച് വലത് കൈ ഇങ്ങോട്ട്, ഇടത് കൈ ഇങ്ങോട്ട്, അതും ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ 50 മീറ്റർ കിഴക്കോട്ടേക്ക് നടന്നു. 50 മീറ്റർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 50 മീറ്റർ എത്തി നിന്നു. എന്നിട്ട് കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന്, ഇവിടെ നിന്നും ഇടത്തോട്ടെന്ന് പറയുമ്പം ഇടത് കൈ പോകുന്ന ഈ ഭാഗം മുകളിലേക്ക് ഇടത്തോട്ട് 70 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന്, അവിടം വരെ വായിക്കാം. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന്. അപ്പോൾ ഇവിടെ ഈ നിൽക്കുന്നിടത്ത് നിന്ന് ഇടത്തോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് 50 മീറ്റർ. അപ്പം നമ്മൾ ഈ ആദ്യം വാങ്ങിച്ച ഈ 50 ഇതിന് സമാന്തരമായി തന്നെ പാരലലായിട്ട് തന്നെ 50, ഇതും 50 മീറ്റർ. അപ്പോൾ
ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്തേക്കായിട്ട് ഇപ്പം വന്ന് നിൽക്കുന്നു. വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലിസ്ഥലത്ത് എത്തിച്ചേരുന്നു. ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് വലത്തോട്ടേക്ക്, അപ്പം മുകളിലോട്ടേക്ക് 60. ഇപ്പോൾ ജോലിസ്ഥലത്ത് എത്തുന്നു. ഫൈനൽ പോയിൻ്റ് F എന്ന് മാർക്ക് ചെയ്യുന്നു. ഫൈനൽ പോയിൻ്റ്. അപ്പോൾ ഇതെത്രയാണ്? ഇതുപോലെ തന്നെയാണ് ഇതും 70. ഈ 70ഉം ഈ 60ഉം കൂടി കൂട്ടുക. സ്റ്റാർട്ടിങ് മുതൽ ഫൈനൽ 70ഉം 60ഉം 130 മീറ്റർ. അതാണ് നേർവഴിയിലൂടെ പോയാൽ. കുറുക്ക് വഴിയിൽ കൂടെ പോയതുകൊണ്ടാണ് കുറച്ച് ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടി വന്നത്. 130 മീറ്റർ. ഓപ്ഷൻ എ 130 മീറ്റർ. അടുത്ത ചോദ്യം -1 raised to 5 plus -1 raised to 101 plus -1 raised to 200 plus -1 raised to 702. -1 അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1. അത് പോസിറ്റീവ് 1 ആയിരിക്കും. പോസിറ്റീവ് 1 ഒന്നെന്ന് പറയുന്നത് തന്നെയാണ് പോസിറ്റീവ് 1. ഇനി -1ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു -1 ഇൻറ്റു -1. അപ്പോൾ അത് വീണ്ടും -1 തന്നെ. ഇത് രണ്ടും കൂടെ പോസിറ്റീവ് 1 ആയി. അത് ഇൻറ്റു -1. ഇനി -1ൻ്റെ ഏതിപ്പം 4ഓ 6ഓ ഏത് ഈവൻ എടുത്താൽ, ഒരു ഇരട്ട സംഖ്യ പവറിൽ വരുന്നത് എടുത്താലും അത് പിന്നെ എത്ര തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. ഇനി ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അത് നെഗറ്റീവ്. അപ്പോൾ -1ന് ഇരട്ട സംഖ്യയാണ് പവറായി വരുന്നതെങ്കിൽ അത് എന്താകും? 1 ആകും, ഇരട്ട സംഖ്യ പവറാണെങ്കിൽ. ഇനി ഒറ്റ സംഖ്യയാണ് പവറായി വരുന്നതെങ്കിലോ അത് -1 തന്നെയാണ് ആകുന്നത്. പവറിൽ വന്നാൽ അത് -1 ആണ് ആകുന്നത്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിൽ -1 raised to 5 പ്ലസ് -1 raised to 101 പ്ലസ് -1 raised to 200. ഇത് ഇരട്ട സംഖ്യ വീണ്ടും വന്നു. 1 raised to 702. അത് രണ്ടും ഇരട്ട. ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ പവർ വരുമ്പോൾ -1 തന്നെ. വീണ്ടും 101 ഒറ്റ സംഖ്യയുണ്ട് -1. 200 പവറിൽ വരുമ്പോൾ അത് 1 ആകുന്നു. 702 വരുമ്പോഴും അവിടെ 1 ആകുന്നു. അപ്പോൾ -2 പ്ലസ് 2 അതായത് 0. ഉത്തരം 0. ഓപ്ഷൻ ബി 0. അടുത്ത ചോദ്യം 61ൽ എത്ര 6ൽ ഒന്നുകളുണ്ട്? 61ൽ എത്ര 6ൽ 1 1/6 ഉണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ അത് കിട്ടാൻ 61 ഡിവൈഡഡ് ബൈ 1/6 6ൽ 1 കൊണ്ട് ഹരിക്കുക. അതായത് വ്യുൽക്രമം റെസിപ്രോക്കൽ ഇൻറ്റു 6/1 ഈക്വൽ ടു 366. ഇതിൽ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 10ൽ എത്ര 5 ഉണ്ട്? ഇത് നമ്മളെങ്ങനെയായിരിക്കും? നമുക്കറിയാം 2 5ആണെന്നറിയാം. 2 എങ്ങനെ കിട്ടി? 10/5 2. അതുപോലെ തന്നെയാണ് ഇത് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ വന്നു എന്നേ ഉള്ളൂ. 61നെ 6ൽ 1 കൊണ്ട് ഹരിക്കുന്നു. അതിനുവേണ്ടി തിരിച്ചതിൻ്റെ വ്യുൽക്രമം ഇട്ട് ഗുണിക്കുന്നു. അപ്പോൾ 366 ഉത്തരം. ഓപ്ഷൻ എ 366. അടുത്ത ചോദ്യം 3030 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 15. 3030 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 15. അപ്പോൾ നമുക്ക് ഈ ബോട്ട്മാസ് റൂളൊക്കെ നമ്മൾ പഠിച്ചതിൽ നിന്നും ആദ്യം നമുക്ക് ഡിവിഷനും ഇവിടെ അഡീഷനുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഹരണം ആദ്യം ചെയ്യുക. 3030 ബൈ 15 ആദ്യം ചെയ്യുക. അതിൻ്റെ കൂടെ 15 കൂട്ടുക. 202 202 പ്ലസ് 15 ഈക്വൽ ടു 217. ഉത്തരം 217.
ഓപ്ഷൻ എ 217. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ലസാഗു 108ഉം ഉസാഗ 18ഉം സംഖ്യകളിൽ ഒന്ന് 54ഉം ആയാൽ മറ്റേ സംഖ്യ ഏത്? എപ്പോഴും ലസാഗു ഇൻറ്റു ഉസാഖയായിരിക്കും സംഖ്യകളുടെ ഗുണനഫലം. അത് ഓർത്തു വയ്ക്കുക. സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ ഈ ലസാഗുവിൻ്റെ ഒരു ഘടകമായിരിക്കണം എപ്പോഴും ഉസാഖ. 108 ഇൻറ്റു 18. 108ൻ്റെ ഘടകം ഫാക്ടർ തന്നെയാണ് 18. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് വരുള്ളൂ. 54 ഇൻറ്റു എക്സ് നമുക്കറിയില്ല. കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 108 ഇൻറ്റു 18 ബൈ 54. 18ഉം 54ഉം 3, 36. 108 ബൈ 3 36. അപ്പം മറ്റേ സംഖ്യ എന്ന് പറയുന്നത് 36 ഉത്തരം 36. ഓപ്ഷൻ ബി 36. അടുത്ത ചോദ്യം, ചെറുതേത്? ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ 7/11, 8/13, 2/3, 5/8. പല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 ഇൻറ്റു 13 91, 8 ഇൻറ്റു 11 88. അപ്പോൾ ഇതിൽ ചെറുത് ഇതാണ്. ഏതാണോ ചെറിയ റിസൾട്ട് വരുന്നത് അതാണ്. അപ്പോൾ 8/13ഉം 2/3 ഇനി നോക്കുക. ഇതേപോലെ 8 ഇൻറ്റു 3 24. ഇതിൻ്റെ മുകളിൽ എഴുതുന്നു. 13 ഇൻറ്റു 2 26. അപ്പോൾ ഇവിടെയും ചെറിയ സംഖ്യ വന്നത് 8/13. ഇനി 8/13ഉം 5/8ഉം കൂടെ നോക്കിയാലും 8 ഇൻറ്റു 8 64, 13 ഇൻറ്റു 5 65. അപ്പോൾ ഏറ്റവും ചെറുത് 8/13 ഏറ്റവും ചെറുത്. പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ദശാംശ സംഖ്യയായി മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഛേദത്തിലുള്ളതിനെ ഒരേപോലെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് എളുപ്പമുണ്ട്. ഇപ്പം പെട്ടെന്ന് തന്നെ കിട്ടുന്നല്ലോ. ഉത്തരം 8/13. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 5/6.625 ഈസ് ഈക്വൽ ടു 0.7547 ആയാൽ 5/6625 എത്ര? 5/6.625 ഈസ് ഈക്വൽ ടു 0.7547. ഇത് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 5/6625. അപ്പോൾ 5/6625 എന്ന് പറയുമ്പോൾ 5/6.625 ഡിവൈഡഡ് ബൈ 1000. ഒന്നും കൂടി 1000 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 5/6625 എന്ന് കിട്ടുന്നത്. അതായത് 5/6.625 ഇൻറ്റു 1/1000. ഇതല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആണ് നമുക്ക് 5/6625 കിട്ടുന്നത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഉത്തരത്തിൽ ഈ ഈക്വൽ ടുവിൻ്റെ വലതുവശത്ത് കിടക്കുന്ന 0.7547 എന്ത് ചെയ്യണം? 0.7547 1000 കൊണ്ട് ഹരിക്കണം. ഈക്വൽ ടു 0.7547 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 3 ദശാംശ സ്ഥാനം നീക്കുക. 3 പൂജ്യം ഇടുക. 7547 ഇതാണ്. അതായത് ഇവിടെ നമുക്ക് 5/6625 ആകുന്നത് ഈ 5/6.625 1000 കൊണ്ട് ഹരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ 1000 കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഈക്വൽ ടുവിൻ്റെ വലതുവശത്ത് കിടക്കുന്നതിനെ 1000 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഉത്തരം കിട്ടും. ഉത്തരം 0.0007547.
ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 1 36/64 ഇതിൻ്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് ഓഫ് 136/64. സ്ക്വയർ റൂട്ട് ഓഫ് 136/64. അപ്പം ഇതിനെ 1 × 64 + 36/64 ഇങ്ങനെ ഈ രീതിയിലാക്കാം. ഇതിനെ ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ 100/64 ഈക്വൽ ടു റൂട്ട് ഓഫ് 100 എന്ന് പറയുമ്പോൾ 10/8. 10/8 എന്ന് പറഞ്ഞാൽ 5/4, അതായത് 1/4. 1 and 1/4. 1 and 1/4 1/4 ഉത്തരം. ഓപ്ഷൻ ഡി 1 and 1/4. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ഭാഗം, ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. അടുത്ത 10 ചോദ്യങ്ങൾ ചെയ്തുള്ളൊരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്